ഹലോ ഹായ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ ഇന്ന് എനിക്കൊരു ഓഫാണ്. നിങ്ങൾക്ക് ഓഫാണോ ഇന്ന്? നമുക്കൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളതേ. വാ എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ശരി, അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസുമാണ് എടുത്തേക്കുന്നത്. ഗ്രീൻ പീസും ബീൻസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളവും ആവശ്യത്തിന് വേവാൻ മാത്രം വെള്ളം എടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു 2 വിസിലടിച്ച് പെട്ടെന്ന് പ്രഷർ മാറ്റണം. പിന്നെ ഇച്ചിരി പച്ചമുളകും ഒരു 2-3 ഉള്ളി സവോളയും നമ്മൾ അരിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചൊരു പാനിൻ്റെ അകത്ത് വെളിച്ചെണ്ണ വേണമെന്നില്ല, ഏതെണ്ണയായാലും മതി, സൺഫ്ലവർ ഓയിൽ ഏതെണ്ണയായാലും മതി. അതിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മളത് ജസ്റ്റ് വഴറ്റണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ വെജിറ്റബിൾസ് മാറ്റി അധികം വെള്ളം അതിൻ്റെ അകത്ത് വരാത്ത വെള്ളം മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കത് മാഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ഏകദേശം ഒന്ന് മാഷായി കഴിഞ്ഞ് അത് മാറ്റി വെക്കണം. പിന്നെ ഈ സവോള ഉണ്ടല്ലോ, സവോള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഗരം മസാലയും ഒരിച്ചിരി കുരുമുളക് പൊടി ഇട്ടാൽ മതി. കാരണം എനിക്ക് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ എരിവ് ഒട്ടും വേണ്ട. പിന്നെ ഓൾറെഡി നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഈ ജലാംശം മൊത്തം മാറ്റണം കേട്ടോ. നമ്മൾ മാഷ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി ജലാംശം മാറ്റിയതിന് ശേഷം നമ്മളിത് ആവശ്യാനുസരണം ബോളാക്കി അല്ലെങ്കിൽ പരത്തുക എങ്ങനെയെങ്കിലും ചെയ്തതിന് ശേഷം ഒരു മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യണം കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല സൂപ്പറായിട്ട് ഒരു അകം വെന്തതായത് കാരണം അധികം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏറ്റവും നല്ല ഫുഡ്, ഒത്തിരി നല്ലതാണ്. എൻ്റെ കൊച്ചിന് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ കാണാവേ. താങ്ക്